ദൈവത്തിന്റെ സമയത്തെ നീ മെസ്സാക്കി കളയരുത്. ഏലിയാവിൻ മേലുള്ള പദ്ധതി പിശാച് ജയിച്ചെന്ന് പിശാച് വിചാരിച്ചതാ. Don't give chances to devil. ഒത്തിരി ചിന്തിച്ചു കഴിഞ്ഞാൽ ആരകത്ത് കയറും? പിശാച്. God himself will restore, confirm, strengthen and establish you. എന്തിനാ ചിന്തിപ്പിക്കുന്ന അറിയാം? ദൈവം എന്നോട് പറഞ്ഞ വാക്കുകളും വാഗ്ദത്തങ്ങളും ഞാൻ മറന്നു പോകാൻ വേണ്ടി ഈ ചിന്ത ഒത്തിരി അങ്ങ് ഓവർടേക്ക് ചെയ്യും എന്റെ മൈൻഡിനെ. ഇന്ന് പകൽ എന്നോട് ദൈവത്തിന്റെ ആത്മാവ് മൂന്ന് കാര്യങ്ങൾ എന്നോട് പറയുവാനിടയായി. The Spirit of God told me few things that I like to share. ആ വാക്കുകൾ ഞാൻ ഇങ്ങനെ ടൈറ്റിലായിട്ട് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുക. I just want to tell you those titles which the Lord revealed to me. Do not mess up the God's time in your life. ദൈവത്തിന്റെ സമയത്തെ നീ മെസ്സാക്കി കളയരുത്. ആമേൻ. രണ്ട്, don't give chances to devil. മൂന്ന്, you are not alone. ആമേൻ. വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ ദൈവം മറ്റനേകരെ പേരെ ഉയർത്തും. ആമേൻ. വിശ്വസിക്കുന്നുണ്ടോ? If you believe God is telling you again that you are not alone like everyone, God is going to raise you up again. നാല്, ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, God himself will restore, confirm, strengthen and establish you. ആരുടെയും സഹായം വേണ്ട. ദൈവം തന്നെ റീസ്റ്റോർ ചെയ്യും, ദൈവം തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യും, ദൈവം തന്നെ കൺഫേം ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് പകൽ ചിലവരോട് പറയുന്നു, ദൈവം തന്നെ ചിലത് പണിയും. God himself will establish. Amen. ഒന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന്റെ മഹത്വം കൊടുക്കുക. If you believe, praise God. Hallelujah. ഈ നാല് കാര്യങ്ങൾ വേഗത്തിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ നടക്കുമെന്ന് എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ട്. ആമേൻ. I want to explain these four things according to what the word of God was revealed to me if I have time. ഞാൻ വേഗത്തിൽ ശരവേഗത്തിൽ പോകുമ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങളും നിങ്ങളുടെ കണ്ണുകളും കൈകളും ഒക്കെ വചനത്തിനായിട്ട് കാതുകളെല്ലാം തുറന്നുകൊണ്ടിടണമെന്ന് ദൈവത്തിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. As I hurry up, as I say those words, I pray that you will also be with me in the spirit. Come on, hallelujah. വേഗത്തിൽ നമുക്ക് വാക്യം എടുക്കാം. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. 1 Peter chapter 5 verses 6. ആമേൻ. ദൈവത്തിന്റെ പദ്ധതി നമ്മളെക്കുറിച്ച് ഇങ്ങനെയാണ്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നമ്മളെ ഉയർത്തുവാൻ അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. Humble yourself therefore under the mighty hand of God so that at the proper time he may exalt you. ഒന്ന് പറഞ്ഞേ, അവന്റെ കൈക്കീഴിൽ താണിരിപ്പിൻ. Just say that under the mighty hand of God. എന്തിനാ? ദൈവത്തിന്റെ പ്രോപ്പർ ടൈമിൽ നിന്നെ ലിഫ്റ്റ് ചെയ്തെടുക്കാനാ. So that at the proper time he may exalt you. പക്ഷേ ആ പദ്ധതിയെ തകിടം മറിക്കുന്ന 4 കൂട്ടം കാര്യങ്ങൾ അടുത്ത 4 വാക്യത്തിനകത്തുണ്ട്. And but for these things not to happen, there are 4 reasons that we read continuously. ഒന്നാമത്തെ കാര്യം പറയുന്നു, 7-ാമത്തെ വാക്യത്തിന് പറയുന്നു, നിന്റെ ചിന്താകുലം കൊണ്ടിട്ട് ഓവർ തിങ്കിങ് കൊണ്ടിട്ട് ദൈവത്തിന്റെ പ്രോപ്പർ ടൈമിനെ നീ മെസ്സാക്കി കളയും. But the first thing, casting with your anxieties, you are not letting God to reveal his will in your life. പലർക്കും ആ ചിന്തയുണ്ട്. ഇന്ന് പകൽ പലർക്കും ആ ചിന്തയില്ലേ? Many of us have those kind of thinking in our heart. ചിന്തിച്ച് കുഴപ്പിച്ച് അവസാനം ഉള്ള ദൈവ പ്രവൃത്തി നടക്കേണ്ട സമയം വിട്ടുപോയി അകലെ പോയ ചില സന്ദർഭങ്ങൾ ഇന്ന് പകൽ ചിലവരോട് ദൈവാത്മാവിന്റെ ദൂത് അറിയിക്കുന്നു. We think so much that we don't understand the time of God is already past due in our life. Do not mess up the time, God's time in your life, with your overthinking, with your over thoughts, with your over excitement, anxious കൊണ്ട് നീ അതിനെ മെസ്സപ്പാക്കി കളയില്ലെന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ ദൂത് പറയുകയാണ്. Hallelujah. ഞാൻ വേഗത്തിൽ ഈ കാര്യങ്ങൾ മുമ്പോട്ട് പറയാം, അതിനെ വിശദീകരിച്ച് പറയാൻ സമയമില്ല. ഞാൻ ആ വേഗത്തിൽ പറയുക. ഒന്നാമത്തെ കാര്യം, ഒത്തിരി ചിന്തിച്ച് എന്ത് ചെയ്യും? നമ്മുടെ ദൈവത്തിന്റെ സമയം നമ്മളിൽ നിന്ന്. First thing, we overthink a lot of things and then we lose God's time in our life. രണ്ട്, ഹല്ലേലൂയ. ഒത്തിരി ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ പിശാചിന് you giving the chances to devil into your life. Amen. And when we overthink, we invite devil in our life. Amen. ഒത്തിരി ചിന്തിച്ചു കഴിയുമ്പോൾ കേട്ടോ കുഞ്ഞേ, നീ ഒത്തിരി ചിന്തിച്ചു കഴിയുമ്പോൾ പിശാച് അറിയാതെ നിന്റെ ലൈഫിനകത്ത് കേറാനുള്ള ചാൻസ് നീ ഇട്ടുകൊടുക്കുക. When we think a lot about some things, we allow devil to enter into our life. നീ ഒത്തിരി ചിന്തിച്ച് പ്ലാൻ ചെയ്ത് എല്ലാം ഡ്രീംസ് ഉണ്ടാക്കി പ്ലാൻ ചെയ്ത് ഇങ്ങനെ കർശനമായിട്ട് ഇങ്ങനെ പൈസയും കാര്യങ്ങളും എല്ലാം പ്ലാൻ ചെയ്തു. ഹല്ലേലൂയ. അവസാനം പിശാച് അതിനകത്ത് കയറി ദൈവത്തിന്റെ സമയം നിന്റെ ജീവിതത്തിൽ നടക്കേണ്ടത് മാറ്റിക്കളയാൻ അവന് പദ്ധതിയുണ്ട്. When we think a lot and we plan strategies and give due time, have a timetable and schedules for all our future plans,
God, we are inviting devil to come inside and take those അപ്പൊ opportunities. ഒത്തിരി ചിന്തിച്ചു കഴിഞ്ഞാൽ ആരകത്ത് കയറും? പിശാച് കയറും. അതുകൊണ്ട് 8-ാം വാക്യത്തിൽ പറയുന്ന നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിടേണ്ടു എന്ന് ഭാവിച്ചുകൊണ്ട് ഊടാടി സഞ്ചരിച്ചു നടക്കുന്നു, അല്ലെങ്കിൽ എന്ന് തിരിഞ്ഞ് ചുറ്റി നടങ്ങുന്നു. ഒന്ന് പറഞ്ഞേ. Verse 8, when we overthink a lot, as we read in verse 8, your adversary, the devil, prowls around like a roaring lion. ഒന്ന് അവിടെ പറയും, your adversary, the devil prowls എന്ന് പറഞ്ഞ prowls around like എന്ന് പറഞ്ഞാൽ വചനത്തിൽ പറയുന്നത് ചുറ്റി, നിങ്ങൾക്ക് ചുറ്റും തിരഞ്ഞ് എന്ത് ചെയ്തു? ചുറ്റി നടക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം ജെറിൻ ബ്രദറിന്റെ അടുത്ത് വന്നു. ഹല്ലേലൂയ. So for example, if I am coming to Jerin brother, ആദ്യം വന്നപ്പോൾ കേറാൻ നോക്കി, നടക്കുന്നില്ല. first I tried to enter but I couldn't. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഓക്കെ, ഇനി ഇദ്ദേഹത്തിന്റെ അടുത്ത് പറ്റത്തില്ലെന്ന് പറഞ്ഞ് പിശാച് തിരിച്ചു പോയില്ല. പിശാച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. So when I couldn't enter his life, Satan will not turn back and go, but it will wait there. എന്നിട്ട് ഈ ആംഗിളിൽ നിന്ന് നോക്കി, ഭാര്യയുടെ വിഷയത്തിലേക്ക് നോക്കി. And then from different angle, the devil looked at his wife. ഇനി അടുത്ത ആംഗിളിലേക്ക് നോക്കി, കുഞ്ഞുങ്ങളുടെ ആംഗിളിലേക്ക് നോക്കി. And then another angle to his kids. ഇനി ജോലിയുടെ വഴിയിൽ നിന്ന് കയറാൻ പറ്റുമോ നോക്കി. And then he tried through his job. അവൻ വിട്ടേച്ചു പോയില്ല. പിന്നെയും നാണം കെട്ട് അവൻ ചുറ്റി നടക്കുക. ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്താൽ കേറുന്നത് വരെ അവൻ അവിടെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കും. So if he is targeting one person, he will try different angles to enter into that person's life. ആമേൻ. ഇന്ന് പകൽ പിശാച് ചാൻസ് കൊടുക്കരുത്, ഇടം കൊടുക്കരുത്. But God is reminding you, don't give a chance to the devil into your life. അപ്പോഴായിരിക്കും ഹല്ലേലൂയ ഒരു ദിവസം ഇങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട്, രാവിലെ എഴുന്നേറ്റപ്പോൾ ചായ കുടിക്കുന്നുണ്ടെങ്കിലും ജെറുബർ കൈ ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ വിഷാദിച്ചു ഉള്ളി So one day when he woke up, he was drinking his morning tea, but he had his hands on his chin and thinking about something. അപ്പൊ പിശാചിന് മനസ്സിലായി, ഇത് നല്ലൊരു അവസരം, ഒത്തിരി ചിന്തിക്കുന്നുണ്ട്, ഒന്ന് കുറെ ചിന്തയും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. So then devil understood, he's thinking a lot, so I will give some more problems to him to think. അപ്പുറത്തായിരിക്കും മുമ്പിലുള്ള ന്യൂസ് പേപ്പറിനകത്ത് കാണുന്ന, ഓ ഇങ്ങനെയുള്ള രോഗമുള്ളവർക്ക് ക്യാൻസർ ആണെന്നത്. And then he's read the newspaper that these kind of symptoms leads to cancer, and then he worries. അപ്പോഴായിരിക്കും ഒരു ഫ്രണ്ട് വിളിച്ചെന്ന് പറയുന്നു, അയ്യോ എല്ലാവർക്കും ജോലി നഷ്ടപ്പെട്ടു മോനെ, നിനക്കും നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടെന്ന്. And then his friend calls him, everyone here were fired or laid off in their jobs, so now you will also. ഒത്തിരി ചിന്തകൾ ആലോചനകൾ കൊണ്ടിടാം പിശാച്. So Satan will bring a lot of thoughts in your heart so that you will come down in your heart. അപ്പൊ നമ്മുടെ ഹൃദയത്തിനകത്ത് പിശാച് ചിന്തിപ്പിക്കും, ഓ എനിക്ക് ഇത്രയും ആലോചനകളുണ്ട്, ഇത്രയും ചിന്തകളുണ്ട്, ഞാൻ ബുദ്ധിമാനാണെന്നോ ഞാൻ സ്ട്രാറ്റജി ഉള്ളവളാണെന്നോ ഒക്കെ ഇങ്ങനെ നമ്മളെ തോന്നിപ്പിക്കും. സെൽഫിനെ അങ്ങ് പൊക്കും ചില സമയത്ത്. ആ പരിപാടിയും പിശാചിലുണ്ട്. So then we will start thinking, and devil will try us to feel like I have so many strategies in my life and I am something in my life because I think a lot. ഈ ചിന്തിപ്പിച്ചിട്ട് എന്തിനാ ചിന്തിപ്പിക്കുന്ന അറിയാം? ദൈവം എന്നോട് പറഞ്ഞ വാക്കുകളും വാഗ്ദത്തങ്ങളും ഞാൻ മറന്നു പോകാൻ വേണ്ടി ഈ ചിന്ത ഒത്തിരി അങ്ങ് ഓവർടേക്ക് ചെയ്യും എൻ്റെ ലൈഫിനെ. When I start thinking a lot, what happens is whatever God has promised in my life, I forget everything else and I just think about the problems in my life the devil is bringing. ദൈവത്തിന്റെ വാഗ്ദത്തം എന്താ? At the proper time I will lift you up എന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം ഇവിടെ കിടക്കുകയാണ്. God has already promised that at the due time he will lift me up. ഈ വാഗ്ദത്തത്തെ മറക്കുന്ന രീതിയിലുള്ള ചിന്തകൾ നീ കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും കഴിക്കുമ്പോഴും ജോലിക്ക് പോകുമ്പോഴും ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കും. So in order to forget my promises in my life, he will bring me more problems that I will keep on thinking in my നിന്റെ life. പഴയകാല പരാജയ ജീവിതത്തെ അവൻ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കും. He will start reminding me of my failures, of my past dates of my youth. നിന്റെ പഴയകാല നഷ്ടപ്പെട്ട അവസരങ്ങളെ ഓർത്ത് നിന്നെ പശ്ചാത്താപിപ്പിക്കാൻ അവൻ ശ്രമിച്ചു നോക്കും. And he will start reminding you of the days that you had lost and make you feel guilty in ഇന്ന് your പകൽ heart. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ അതിനെ ഇന്ന് ബ്രേക്ക് ചെയ്യണം യേശുവിന്റെ നാമത്തിൽ. Today the Spirit is Come on, saying that you have to break that yoke of problem യേശുവിന്റെ നാമത്തിൽ thinking. ആര് ഇന്ന് പകൽ അതിനെ ബ്രേക്ക് ചെയ്യും? യെസ്, come on, റിഖല റാതുരിയ സമന. Break the yoke of overthinking in your life. കഴിഞ്ഞ കാലത്തെ അല്ലല്ലേ പരാജയങ്ങൾ നീ മറക്ക, ദൈവത്തിന്റെ വാഗ്ദത്തത്തിലേക്ക് നോക്ക് യേശുവിന്റെ നാമത്തിൽ. God is telling you to forget the past times of failure in your life and think about God's promises in your life. ദൈവം ചില പരാജയങ്ങളെ തിരുത്തി എഴുതാൻ പോകുന്നു. God is going to correct some failures in your life to victory. യഹോവയുടെ കൈ നിന്റെ മേൽ വരാൻ പോകുകയാണ്. The God's hand is going to
come upon you. താമസിച്ചു പോയത് ചിലത് നീ മുമ്പിൽ കയറാൻ പോകുന്നു. Whatever you have lost, it will come in front of you. നിന്റെ ചിന്തകൾ കൊണ്ട് പിശാചിന് ഇടം കൊടുക്കരുത്. Don't give a chance for the devil to come inside your thoughts. നാലാമത്തെ കാര്യം നീ ചിന്തിച്ചോണം, നീ ഒറ്റയ്ക്കല്ല. You are not Always have alone. in your mind that you are not alone. 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ലോകത്ത് നിങ്ങൾക്കുള്ള സഹോദര വർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നുവെന്ന് അറിഞ്ഞ് വിശ്വാസത്തിൽ നോക്കിയേ, വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്തു നിൽപ്പീൻ. Verse 9, resist him firm in your faith, knowing that the same kinds of suffering are being experienced by your brotherhood. Same kinds of suffering. It's not your alone suffer. You must think that there are other people, brethren, who are going through the same experience, so you are not alone. നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ അനേക സഹോദരങ്ങളുണ്ട്. അവർ ജയിച്ച കഥ നീ ഒന്ന് വായിച്ചു നോക്കണം. ജനസിസ് മുതൽ റെവലേഷൻ വരെ അവർ വിശ്വാസത്താൽ പിടിച്ചെടുത്തത് ഇന്ന് പകൽ നിന്റെ ഭാഗത്തേക്കൊന്ന് കയറട്ടെ. God is telling you that when you go back from Genesis to Revelation, you will see how the people of faith, they overtook the things by faith. They rescued things by faith and they overcame everything that devil had taken പരാജയപ്പെടുത്തുന്ന from them. പിശാചിന്റെ കഥകൾ വരയ്ക്കാനല്ല നിന്നെ ദൈവം വിളിച്ചത്. Hallelujah. You are not about to, hallelujah, read the failures. Hallelujah, the books of the failures in the world. God has called to experience. You must read the word of God. There are people who have conquered the world, people who have conquered the Satan by their faith in the name of Jesus. യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്താൽ പിടിച്ചടക്കിയ ദൈവവചനത്തിന്റെ ദൈവമക്കളുടെ കഥകൾ വായിക്കാനാ ദൈവമേ നിന്നെ ഇവിടെ കൊണ്ടിരുത്തിയത്. നീ പരാജയത്തിന്റെ കഥകൾ വായിക്കാനല്ല. God has not brought you here to tell the stories of failed life, but God is asking you to remember the stories of the heroes of faith, how they conquered things in their life through their faith in their life. അവിടെ പറയുന്നു, നീ ഒറ്റയ്ക്കല്ല, നിന്നോടൊപ്പം എതിർക്കുന്നവർ, പിശാചിനെ എതിർക്കുന്നവർ കുറെ പേർ നിന്റെ കൂടെ ഉണ്ട്. Here we read that you are not alone. There are a lot of brothers around the world who have gone through and who are still firm in their faith. മോനെ മക്കളെ, ഞാൻ നിങ്ങളോട് ദൈവവചനത്തിൽ വിളിച്ചു പറയട്ടെ, നീ ചുറ്റിനും ഒന്ന് നോക്കിയേ, ഒത്തിരി പേർ ഇതുവഴി പോയവരെ ദൈവം നിർത്തിയ കഥകൾ ഈ സഭയ്ക്കകത്തുണ്ട്. നീ ഒന്ന് തിരിഞ്ഞു നോക്ക. നീ മാത്രമല്ല, നിന്റെ ജീവിതത്തിൽ മുമ്പേ വന്നവർ, 1 വർഷം മുമ്പേ വന്നവർ പലരും ഇതിലൂടെ കടന്നുപോയി ജയം നൽകപ്പെട്ട കഥകൾ ഇതിനകത്തിരിപ്പുണ്ട്. God is reminding you again that just as you are facing people who had been here, students who had been here a year or 2 years back, they went through the same problems and how they have mighty testimonies, and God is also going to give you the same victory that they haven't had in their life. ദൈവം പറയുന്നു, I will build myself, I will build you, establish you. ഞാൻ തന്നെ റീസ്റ്റോർ ചെയ്യും. വേഴ്സ് 10-ാം വാക്യം ഒന്ന് വായിക്കാം. 10-ാം വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ റീബിൽഡ് ചെയ്യും, ഞാൻ നിന്നെ റീസ്റ്റോർ ചെയ്യും, ഞാൻ തന്നെ നിന്നെ സ്ട്രെങ്തൻ ചെയ്യും. ഇന്ന് പകൽ നിന്നെ ഞാൻ സ്ട്രെങ്തൻ ചെയ്യാൻ പോകുകയാ. ഞാനാ സ്ട്രെങ്തൻ ചെയ്യാൻ പോകുന്നത്. വിശ്വസിക്കുന്നുണ്ട്, നിന്നെ ദൈവം സ്ട്രെങ്തൻ ചെയ്യും. Here God is saying in verse 10, He will restore, confirm and strengthen. He Himself will come and strengthen you. 4 കൂട്ടം കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, നിന്നെ റീസ്റ്റോർ ചെയ്യും, പുനരധിവസിപ്പിക്കും, റീസ്റ്റോർ ചെയ്യും എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ചാപ്റ്റർ ക്ലോസ് ചെയ്തതിനെ ദൈവം ഓപ്പൺ ചെയ്ത് അതേ പട്ടണത്തിൽ ദൈവം നിന്നെ മാനിക്കും. അതേ പട്ടണത്തിൽ. So wherever you feel the chapters have closed in the same city, God will reopen the stories for you. Hallelujah. രണ്ടാമത്തെ കാര്യം പറയുന്നു, കൺഫേം ചെയ്യും. Then He will confirm what He has നിനക്ക് done. ദൈവം അടയാളങ്ങൾ കാണിച്ചു തരും, സമയങ്ങൾ കാണിച്ചു തരും, കൺഫേം തരും. ഇത് എന്റെ വഴിയാണെന്ന് കൺഫേം ചെയ്യുന്ന നിലയിൽ ദൈവത്തിന്റെ സിഗ്നേച്ചർ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ പോകുകയാണ്. God will give you signs and wonders. He will show you signs so that you will clearly understand that these miracles are going to come past in your life. He will sign, He will put His signature on your നീ promises. ക്ഷീണിച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയ നിന്റെ അടുക്കൽ വന്ന് നിന്റെ അസ്ഥികളെ മാംസപേശികളെ ദൈവം സ്ട്രെങ്തൻ ചെയ്യാൻ പോവാ. വിശ്വാസത്താൽ. When you are weakened in your body, He's going to strengthen in your flesh, in your bones. He will strengthen it.
ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഏറ്റവും ഒടുവിൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, സ്ട്രെങ്തൻ ചെയ്യുക മാത്രമല്ല, റീസ്റ്റോർ ചെയ്യുക മാത്രമല്ല, കൺഫേം ചെയ്യുക മാത്രമല്ല, നീ ആരും പറിച്ചു നടാൻ കഴിയാതെ വണ്ണം പിടിച്ചുകൊണ്ടതിനെ മടക്കി കൊണ്ടുവന്ന് അത് റീഎസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നു. He will restore, he will confirm, he will strengthen. Not only that, whatever devil has taken away from you, he will bring it back and he will establish you. ഇത്രയും പറഞ്ഞിട്ട് വിശ്വാസത്തിൽ ആത്മാവിൽ പിടിക്കുവാൻ കൃപയുള്ളവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഇനി അധികം ഒന്ന് കേട്ടിരുന്ന് ഹല്ലേലൂയ സമയം പാഴാക്കാനല്ല, ഇന്ന് പകൽ കേട്ട വചനത്തിന്റെ ശക്തി വെളിപ്പെടാൻ ആത്മാവിന്റെ തലങ്ങൾ, വിശ്വാസത്തിന്റെ തലങ്ങൾ നിന്റെ നാവ് കൊണ്ട് തുറന്നിടുക. If you have heard so much of words of faith, don't just sit idle, but take the word of faith, put it in your heart, accept it by the Spirit of God. Let it happen in your life. നിങ്ങൾ ആത്മാവിൽ ആരാധിച്ചാട്ടെ. Worship him, worship him. ദൈവം ചിലതിനെ റീസ്റ്റോർ ചെയ്യുന്നു. ദൈവം ചിലവരോട് കൺഫേം ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ, കൺഫേം ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ. ദൈവം ചിലതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നു. ദൈവം ചിലതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ God is going to restore somebody, confirm somebody, strengthen somebody, and he is establishing you. കുടുംബത്തെ ദൈവം ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യും. നിന്റെ ഭാവിയെ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഹല്ലേലൂയ. He will strengthen your future. He will establish your family here in the city. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ താൻ ഇരിപ്പീൻ. Spirit of God is saying to humble yourself so that he will restore you, exalt you at the proper time. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ 4 സംഭവങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. I'll ask you not to forget these 4 things that we have just heard. Do not mess up with the God's time in your life. ദൈവത്തിന്റെ സമയവുമായി നിന്റെ ജീവിതത്തെ മെസ് ചെയ്ത് കളിക്കരുത്. परमेश्वर के समय के साथ आप गलतियां मत करें. ഹല്ലേലൂയ. അത് ഒരിക്കൽ പോയാൽ തിരിച്ചു വരണമെന്ന് നിർബന്ധമില്ല. Once it is lost, it cannot come back. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവം കാണിക്കുന്ന ഈ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കാണിക്കുന്ന ദയ ഇന്ന് പകൽ വിശ്വാസത്താൽ മടക്കി കൊണ്ടുവന്നോണം. So whatever God is showing you, bring it back by faith. You can do it. രണ്ട്, don't give chances to devil. ഹല്ലേലൂയ. പിശാചിന് ഇടം കൊടുക്കരുത്. Second thing, do not शैतान को अपनी जिंदगी में चांस मत दीजिए. 3, ഈ വിശ്വാസ പാതയിൽ നീ ഒറ്റയ്ക്കല്ല, നിന്നോടൊപ്പം നടന്നവരും നിന്റെ മുമ്പിൽ നടന്നു വിജയിച്ചവരും നിനക്ക് കൂടെ ഉണ്ട്. The third thing, that you are not alone. There are many people who have won the battle by faith around the world. ദൈവം പറയുന്നു, 4ാമത് ഞാൻ തന്നെ നിന്നെ റീസ്റ്റോർ ചെയ്യും, പുനരധിവസിപ്പിക്കും. And the fourth thing, God himself, he will restore you and he will confirm you. ഞാൻ നിന്നെ കൺഫേം ചെയ്യും, ഞാൻ അതിനെ ഉറപ്പുവരുത്തും. He will confirm his word. കൺഫേമിനകത്ത് നിന്റെ വാതിലുകളെ സുരക്ഷിതമാക്കും ദൈവം. He will make your doors stronger in your life. നിനക്ക് ചുറ്റിനുമുള്ള കോട്ടകളെ ദൈവം സുരക്ഷിതമാക്കും. Around your life, the walls, they would always be strengthened in your life. ദൈവം make sure നിന്റെ ഹല്ലേലൂയ കുടുംബത്തിനകത്ത് ഒരു പഴുതാര പോലും കടക്കാതെ വണ്ണം ഹല്ലേലൂയ അഗ്നിനാവായി ദൈവം നിന്നോട് കൂടെ ഇരിക്കും. He will make sure there is no serpent, no snake will enter through the wall. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഞാൻ നിനക്ക് ചുറ്റിനും തീ മതിലായിരിക്കും. Wall of fire. God is telling you that around he will be a wall of fire around you. Hallelujah. നിനക്ക് ചുറ്റിനും ഞാൻ നിനക്ക് തീ മതിലായിരിക്കും. Around you there he will be the wall of fire to protect you. നിന്റെ വീടിനകത്ത് ഒരു പഴുതാരയും കയറാതെ ഞാൻ നിന്നെ കാത്തുകൊള്ളും. Inside your house even a snake cannot enter. ദൈവം പറയുന്നു, ഞാൻ നിന്നെ സ്ട്രെങ്തൻ ചെയ്യാൻ പോകുവാ കുഞ്ഞേ. I am going to strengthen you. ഹല്ലേലൂയ. ദൈവം പറയുന്നു, ഞാൻ നിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നു. And then he will establish you. നീ ഒറ്റയ്ക്കല്ല, നിന്റെ ഭാര്യയോട് കൂടെ നീ എസ്റ്റാബ്ലിഷ് ആകും. Not just you alone, but along with your wife. നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല സന്താന പുഷ്ടിയുള്ളവരായി എസ്റ്റാബ്ലിഷ് ആകും. Not just you alone, with your children God will establish you. എത്ര പേര് പറയും, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും, ഈ ഭവനത്തിൽ ഈ രാജ്യത്തിൽ ദൈവത്തിന്റെ നന്മകളെ കാണും. How many of you will say, as for me and my house we will serve the Lord with my family in this city? ഞാൻ ജീവനോടിരുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. I will be alive and I will proclaim the words of the ഈ God. 4 കൂട്ടം കാര്യങ്ങൾ ഏലിയാവിന്റെ ജീവിതത്തിൽ നടന്നു.
All these things happened in the life of Elijah. ദൈവം ഏലിയാവിനോട് പറഞ്ഞു, ഈസബേലിന്റെ വാക്ക് കേട്ട് നീ എവിടെയായി ഓടിപ്പോകുന്നത്? God asked Elijah, listening to the threatening of Jezebel, where are you running back? ഹല്ലേലൂയ. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ എന്റെ കൂടെ വേഗത്തിൽ വായിക്കണമേ, വേഗത്തിൽ. First Kings chapter 19. ഹല്ലേലൂയ. ദൈവം പറയുക, ഹല്ലേലൂയ, നിന്നെ കുറിച്ച് റീസ്റ്റോർ ചെയ്യാൻ, കൺഫേം ചെയ്യാൻ, സ്ട്രെങ്തൻ ചെയ്യാൻ, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഞാനൊരു പദ്ധതി കിട്ടുമ്പോൾ ഹല്ലേലൂയ നീ എവിടെയാ ഓടിപ്പോകുന്നത്? God is saying that I had a plan for you to be restored, to be confirmed, to be strengthened and to establish, but where are you running or hiding from Hallelujah. me? നിന്നെ കുറിച്ച് ഞാൻ proper time, I planned a proper time to lift you up. Where are you running out from that plan? मैंने तेरे लिए सही वक्त चुना था, लेकिन तू डर कर कहां भाग रहा है? Hallelujah. ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു ചിലവരോട്, ഇസബേലിന്റെ വാക്ക് കേട്ട് ഭയപ്പെട്ടിട്ട് നീ എവിടേക്കായി ഓടിപ്പോകുന്നത്? God is asking few people, hearing the threatening of Jezebel, why are you running and hiding from me? ഏകദേശം ഒരു ഹല്ലേലൂയ ചാപ്റ്ററിന് മുമ്പായിട്ട് ഇങ്ങനെ കാണുന്നു, 450 പ്രവാചകന്മാരെ കർമ്മേൽ പർവ്വതത്തിൽ മുമ്പിൽ വെച്ച് നിന്നെ കൊണ്ട് ഞാൻ ചെയ്തെടുത്ത ശുശ്രൂഷ നീ മറന്നു പോകരുത്. In a chapter before we read where 450 Baal prophets were killed and how God brought down the fire and he proclaimed his name in that mount. Just and God is saying, how can you forget those miracles? ഏലിയാവിന് എന്ത് ചെയ്താണ്? ആൻഷ്യസ് കൂടി, തോട്ട്സ് കൂടി, ഓവർ തോട്ട് ആയിട്ട് ദൈവത്തിന്റെ സമയത്തെ മെസ്സപ്പ് ചെയ്യാൻ ശ്രമിച്ചു. Elijah thought a lot and he started to mess his life. You know, hallelujah, verse 3 it was saying like that. Then he was afraid and he arose and ran for his life and came to Beersheba. Come on, hallelujah. तीसरे वचन में ये देख, एलिया अपने प्राण लेकर भागता है वहां पर छुपकर. കണ്ടോ, അവൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? ദൈവത്തിന്റെ സമയത്തെ മെസ്സപ്പ് ചെയ്യാൻ പിശാച് അവന്റെ അകത്ത് ആ വാക്ക് ചിന്തയാക്കി മാറ്റി, ഓവർ തോട്ട് ആക്കി മാറ്റി. ഏലിയാവിന്റെ ഹൃദയത്തിനകത്ത് പോലും. So Elijah gave a moment for devil to take control of his thinking. Through his thoughts, to his overthinking and his anxiousness, he allowed devil to enter into his ആ life. 4-ാം വാക്യത്തിനകത്ത് മെസ്സപ്പ് ചെയ്തപ്പോൾ അവൻ എന്തുവാ ചെയ്തതെന്ന് നോക്കാം. In the 4th verse, how he messed up, we can read it. അന്ന് വായിച്ചേ ഓടക്കെ. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചുരച്ചെടിയുടെ തണലിലിരുന്ന് മരിപ്പാനിച്ഛിച്ചു. കണ്ടോ, ഒരു വഴി ദൂരത്ത്, ഒരു ദിവസത്തെ വഴി ദൂരം അവൻ നടന്ന് എന്ത് ചെയ്തു? മരുഭൂമിയിൽ പോയി മരിപ്പാൻ ഇച്ഛിച്ചു. We read that he went towards in a day's journey to the wilderness and he stayed there. എന്ന് പറഞ്ഞാൽ ആരും കാണാതെ ഒരു ദിവസത്തെ ജേർണി, he took a day's journey. वो एक दिन के रास्ते तक उतना दूर वो चला ताकि वो दूसरा कोई उसे देख ना ഇത് पाए. എടുക്കാനുള്ള കാരണം എന്താ? What is the reason behind it? ഇസബേലിന്റെ ഒറ്റ വാക്കിൽ ഇവർ അങ്ങ് ചിന്തിച്ചു കൂട്ടുക, ഞാൻ ജീവിക്കത്തില്ലെന്ന്. With the one word of Jezebel, he was just thinking that he will be killed. ഇനി ഞാൻ ഇവിടെ പ്രവാചകനായിട്ട് തുടരത്തില്ലെന്ന് ഇവൻ തന്നെ ചിന്തിച്ച് കൂട്ടി അവസാനം പിശാചിന്റെ പദ്ധതി വിജയിച്ചു. എന്താ? ഇവനെ അവിടുന്ന് പറപ്പിച്ചു. He was thinking in his life that I cannot continue here as a prophet. My life is done here, and he was just overthinking what devil is thinking about him. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, പിശാച് പലപ്പോഴും ചിന്തിക്കും പിശാച് ജയിച്ചെന്ന്. As I said before, devil may think a lot beforehand that he has won the battle. ഇവിടെ ഇപ്പം പിശാച് പറഞ്ഞു ഒരു ഘട്ടം ഞാൻ ജയിച്ചു. Here devil also may be thinking that I won in Elijah's life. ഏലിയാവിനെ ഇവിടുന്ന് പറപ്പിച്ചു കളഞ്ഞു. I have removed Elijah from this city totally. ഏലിയാവിന്റെ ശുശ്രൂഷ ഇനി ഇവിടെ നടക്കത്തില്ല. His ministry in this city has been done. It is completed. ഏലിയാവ് ആരാധിക്കുന്ന യഹോവയുടെ ആരാധന ഇവിടെ പുനഃസ്ഥാപിക്കത്തില്ല. And the worship of God whom Elijah is doing here, it will never be continuing here. ഈ പട്ടണത്തിൽ ഒറ്റ ഒരുത്തനും ദൈവത്തെ ആരാധിക്കാൻ ഇനി ആരും ഉണ്ടാകത്തില്ല എന്ന് വിചാരിച്ച് അട്ടഹസിച്ച് നിൽക്കുമ്പോഴാ. And in this city there would not be anyone who would worship this living God, and that's what devil was thinking in his എന്നാൽ heart. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു, ഈ പട്ടണത്തിൽ തന്നെ an exceedingly army ദൈവം എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർ അതിന് കൈകോർത്ത് ആത്മാവിൽ ഒന്ന് വിളിച്ചു പറയാം, അത് നടക്കുക തന്നെ ചെയ്യാം. But how many of you believe that when God says that in this city, even in this city, God will bring up a vast army
for his name. പല പിശാചിന്റെ പദ്ധതികളും വിജയിച്ചെന്ന് പലരും ചിന്തിക്കും. അവനെ കാണുന്നില്ല, ഇവനെ കാണുന്നില്ല, ഇവനെ ഞാൻ സഭയിൽ നിന്ന് പറപ്പിച്ചെന്ന് വിചാരിച്ച് നടക്കുമ്പോഴാ ദൈവം പറയുന്നത് പിശാചിന് അബദ്ധം പറ്റിയടാ. And then devil may be thinking, oh, this person is gone, that is gone, with many problems in their life. I have removed this person from the church. But devil doesn't know that he is just being thinking അവൻ wrong. പോലും അറിയാതെ അവന് അബദ്ധം പറ്റിയാന്ന് അവൻ അറിയത്തില്ല. The devil doesn't know that he is mistaken, because this is all a mistake. ഇന്ന് utter പകൽ ഈ mistake. ആലയത്തിനകത്തുനിന്ന് ഒരു വ്യക്തിയെ പോലും പുറത്താക്കി കളയാൻ പിശാച് പദ്ധതിയിട്ടെന്ന് പിശാച് വിചാരിച്ച സമയത്ത് ദൈവം പറയുക, അവന്റെ പദ്ധതി നിനക്ക് ഗുണമാക്കി ഞാൻ മാറ്റാൻ പോവുകയാണ്. When devil is planning to take out people from this church, God is reminding again that devil, your plans have how been flopped off. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? How many of us believe it? അവിടെ ഹല്ലേലൂയ ഏലിയാവിൻ ഹല്ലേലൂയ മേലുള്ള പദ്ധതി പിശാച് ജയിച്ചെന്ന് പിശാച് വിചാരിച്ചതാ. In the life of Elijah also, devil thought that he has won his battle. എന്തിനാണെന്ന് അറിയാമോ ഈ വാർത്ത അവനെ ചെവി കേൾപ്പിച്ചത്? You know why Elijah was allowed to hear about Jezebel? അല്ല, ദൈവം അറിയാം ഇവൻ ഇവിടെ നിന്നാൽ അവൻ കൊല്ലും. ഈ വാർത്ത കേൾക്കുമ്പോൾ അവൻ ഓടിപ്പോയാൽ അവന്റെ ജീവൻ രക്ഷപ്പെടും അല്ലേ? God may be thinking that if Elijah stays here, he would be killed. But if he runs away from here, he would be alive. അല്പകാലത്തേക്ക് മാറ്റി നിർത്തുന്നത് ഹല്ലേലൂയ എന്നേക്കുമായിട്ടുള്ള മാറ്റി നിർത്തലല്ല. For some time, if you are asked to leave the place, it is not forever. ദൈവം പറയുന്നു ഞാൻ അതിനെ റീസ്റ്റോർ ചെയ്യാൻ പോവുകയാണ്. I am going to restore things back. I have a greater plan to restore him and bring him back. मेरे पास बहुत सारे उद्देश्य है तुम्हारी जिंदगी में जिसे मैं लेकर वापस आऊंगा. അവർ മരണത്തെ കുതിച്ചെങ്കിൽ If they were trying for death, ഹല്ലേലൂയ ദൈവം പറയെ ഇനി അവൻ മരണം കാണത്തില്ല. but God is saying that now he will never see death. ഹല്ലേലൂയ. ഇതാ അവന്റെ ഏറ്റവും ഒടുവിൽ അഗ്നിമയമായ രഥമിറങ്ങി അവനെ ജീവനോടെ എടുത്തുകൊണ്ട് പോയി. And then we read how Elijah was taken up in heaven by the chariots and the horses. ദൈവത്തിന്റെ ആത്മാവിന്റെ ദൂത് ചിലവരോട് പറയുന്നു. The Spirit of God is saying directly to some people here. നിന്റെ മരണം കാത്ത് ആളിൽ പ്ലാനിട്ടവൻ പദ്ധതിയിട്ടവൻ അവനോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഇനി അവൻ മരണം കാണത്തില്ല. When devil is planning for your death, God is saying that you will never see death, just as Elijah's life was ഇന്ന് shown. പകൽ ചിലതിനെ അസ്തമിച്ചുവെന്ന് പറയുന്ന പിശാചിന്റെ പദ്ധതി ദൈവം പറയാ ഇനി ഒരിക്കലും ആര് വിചാരിച്ചാലും അസ്തമിക്കാൻ പോകുന്നില്ല. Even though devil is thinking that your life is all set, it will never get up. But devil is wrong. He's mistaken. ഏലിയാവ് മരിച്ചോ? പിന്നെ Did Elijah die? ഏലിയ മരിച്ചോ? Did Elijah die? എന്തോ ഏലിയാവിന്റെ ജീവിതത്തിൽ സംഭവിച്ചേ? What happened to Elijah? യോർദാന്റെ അക്കരെ When he went to the other shore of Jordan, യോർദാന്റെ അക്കരെ ഏലീശയെ കാണുക ഇത് അഗ്നിരഥത്തിലുള്ള ഹല്ലേലൂയ അഗ്നിമയമായ രഥം വന്നിട്ട് ഏലിയാവിനെ ജീവനോട് കൊണ്ടുപോകുകയാണ്. in the sight of Elisha, he was taken up by the chariots and the horses just to heaven. ഞാൻ ആദ്യം അതാ പറഞ്ഞു യാക്കോബ് വിചാരിക്കും അവൻ മരിച്ചുപോയി എന്നില്ല. നിന്റെ വാഗ്ദത്തം അങ്ങകലെ മിസ്രയീമിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. I am saying again, Jacob thought that his promise has been dead, but towards a distance away, Joseph, his promise is still alive. ദാവീദും ദാവീദിന്റെ കൂട്ടാളിയും വിചാരിച്ചു അവന്റെ ഭാര്യയും മക്കളും എല്ലാം നഷ്ടപ്പെട്ടെന്ന്. എന്നാൽ ദൈവം പറയുന്നു അങ്ങകലെ ഞാൻ അതിനെ ജീവിപ്പിച്ചുകൊണ്ടിരിക്കുകയാ. David and his people thought that everything has been killed off, but God has kept everything intact. Nothing has been killed. ഞാൻ അവരെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. I am increasing them there. നീ അറിയാതെ നിന്നെ അറിയാത്ത ദേശത്ത് ഞാൻ അവർക്ക് വേണ്ടത് കൊടുത്തു ഞാൻ അവരെ വളർത്തിക്കൊണ്ടിരിക്കും. In the city where you do not know, I am feeding them and I am taking care of them. ഇന്ന് പകൽ അപ്പനെ അമ്മയുടെ മക്കളുടെ അല്ല സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല. ഈ പട്ടണത്തിൽ ദൈവം ഹല്ലേലൂയ നിന്നെ വളർത്തും. മാതാവിനെ പിതാവിന്റെ മുഖത്തെ ദൈവം ആദരിക്കും. So in the city, your parents' face will never be disgraced. In this same city where you are staying, God will establish you and will honor the face of your parents. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. എത്ര ദിവസത്തെ വഴി ദൂരെ അവൻ മരുഭൂമിയിൽ ഓടിപ്പോയത്? And how many days far Elijah ran? പെട്ടെന്ന് ക്യാൻസർ ആണ്. ആ വാക്യത്തിനകത്ത് എത്ര ദിവസമായിരുന്നു? 1 day journey. ഒരു ദിവസത്തെ വഴി മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. He ran for 1 day journey to the wilderness. എത്ര മണിക്കൂർ? ഒരു ദിവസത്തിന് മണിക്കൂർ എത്ര ഉണ്ട് മോനെ?
How many hours are there in a day? 24 മണിക്കൂർ ഒറ്റ നിൽപ്പാതെ ഒറ്റ ഓട്ടം. എന്തിനാ? മരണത്തിനു വേണ്ടി. So for 24 hours without break he ran just for his life. ഞാൻ പറയുന്ന കഥ മനസ്സിലായോ? പിശാച് ഓടിച്ചത് എത്ര മണിക്കൂറാ? How many hours Satan allowed him to run? Made him run. 24 മണിക്കൂർ ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ മരണത്തിനു വേണ്ടി ഓടിപ്പിച്ചു. For 24 hours Satan forced him to run for his life without food and അങ്ങനെ water. ഓടിപ്പിച്ച കഥകളില്ലേ? ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, 8-ാം വാക്യത്തിൽ വന്നപ്പോൾ ഇതാ ഹല്ലേലൂയ ഒരു വെള്ള തുരുത്തിയിലെ വെള്ളവും അടയും കൊടുത്തിട്ട് പറഞ്ഞു, എലവൻ നീ ഓടാ. So in the verse 8 we see God provided him water and food from above, and he told him for 40 days and 40 nights run Elijah. ഹല്ലേലൂയ. ഏലിയാവിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ 40 ദിവസം പകലും 40 ദിവസം രാത്രിയും ഞാൻ നിന്നെ ഓടിപ്പിക്കാൻ പോകുക. God told Elijah for 40 days and 40 nights I will make you run with this food. ഇന്ന് ഓടി ക്ഷീണിച്ചവർ ആരെങ്കിലും ഉണ്ടോ? ദൈവത്തിന്റെ ആത്മാവ് പറയാ, ഞാൻ നിന്നെ ഓടിപ്പിക്കാൻ പോകുകയാ. If you are tired by running, God is telling you, നിന്റെ God is ഓട്ടം going to give അവസാനിച്ചിട്ടില്ല. you നിന്റെ food ഓട്ടം and make you run. നിന്നെ കൊണ്ട് ഞാൻ ഓടിപ്പിക്കും, നിന്നെ കൊണ്ട് ഞാൻ I'm going to ഓടിപ്പിക്കും. make you run, God says again. മരിക്കാൻ വേണ്ടി ഓടിപ്പിച്ച പിശാചിന്റെ മുമ്പിൽ ജീവന് വേണ്ടി ജീവനോടെ ഞാൻ നിന്നെ ഓടിപ്പിക്കാൻ പോകുകയായി If you പട്ടണത്തിൽ. think that you would be running for your life, with life God is going to feed you and make you run. വിശ്വാസത്തിന്റെ കണ്ണുള്ളവരെ ഞാൻ കാണുന്നു. അല്ലെങ്കിൽ ചിലർ വിശ്വാസത്തിന്റെ വാക്കുകൾ കൽപ്പിച്ചാട്ടെ, വിശ്വാസത്തിന്റെ വാക്കുകൾ കൽപ്പിക്കാട്ടെ. ഇത് അധികാരത്തിന്റെ ശുശ്രൂഷയാ. ചിലവരുടെ മേൽ വിശ്വാസം കാണുമ്പോൾ കൈ വെക്കുന്നിടത്ത് സംഭവിക്കും. യേശുവിന്റെ നാമത്തിൽ ഈ വചനപ്രകാരം ജീവിതങ്ങളുടെ മേൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്നെ ഓടിപ്പിക്കാൻ പോകുക. എത്ര ദിവസമാണെന്നറിയാമോ? വെറും 1 ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല. നിർത്താതെ 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 ഓ നീ മതി എന്ന് പറയുന്നിടത്തോളം കവിഞ്ഞൊഴുക്കുന്ന മഹിമാധനം. എഫേസ്യ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, മഹിമാധനത്തിന്റെ അധികാരമുള്ളവൻ ഇതാ വിളിച്ചു പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി തുറക്കാൻ പോകുക വാതിലുകൾ. ഈ വാക്ക് കേട്ടാ പോരാ, ഇത് വിശ്വാസത്തോടെ ഏറ്റെടുത്തോളാം. ഇന്ന് പകൽ വിശ്വാസത്തോടെ നീ വാ കൊണ്ട് വിളിച്ചു പറ, വാ കൊണ്ട് വിളിച്ചു പറ. നോക്കിയിരിക്കരുത്, നോക്കിയിരിക്കരുത്, കേൾക്കാനിരിക്കരുത്. വിളിച്ചു പറയുന്നവന് വേണ്ടി ഇന്ന് പകൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുക. Don't be sitting as spectators, but say to yourself by faith, my God will feed me and make me run for 40 days and 40 nights. എത്ര ദിവസമായി ഏലിയാവ് ഓടിയത്? പറഞ്ഞേ. How many days did he run? Say. 40 ദിവസം ആണോ? 40 days. ഇനി 40 ദിവസമല്ല, 80 ദിവസമല്ല, ഇനി എത്ര ദിവസമാണെന്ന് പറഞ്ഞാലും 1 ദിവസത്തിന് അനുവാദം വരുമോ? ഇല്ല. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. For God nothing is Praise impossible. It is not Hallelujah. equivalent to 1 day when we say about 40 days. ഇന്ന് പകൽ 40 ഡേയ്സ് മാത്രമല്ല 40 നൈറ്റ്സും പൂർത്തീകരിപ്പാൻ ദൈവം സഹായിക്കും. It is not just Hallelujah. 40 days, but God will help you. God will restore you to make it 40 nights. അതുകൊണ്ടാണ് 6-ാം വാക്യം 3-4 വാക്യത്തിൽ പറഞ്ഞു, എ ഡേയ്സ് ജേർണി എന്ന് പറയുമ്പോൾ 24 മണിക്കൂർ ആണെങ്കിൽ ഹല്ലേലൂയ അതിനകത്ത് പകലും രാത്രിയും വരുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ 40 ദിവസം രാവും പകലും ദൈവത്തിന് നിന്നെ നടത്താൻ കഴിയും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? So when we say it was just 1 day journey to the wilderness, instead God fed him and then allowed him to go for 40 ദൈവത്തിന്റെ nights. ദിവസങ്ങളും രാത്രികളും നിനക്ക് അളക്കാൻ പറ്റത്തില്ല. അതുപോലെ ദൈവം നിന്നെ ഓടിപ്പിക്കും. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ പ്രതികരിച്ചു തുടങ്ങിയാട്ടെ. You cannot calculate the number of hours in God's calculation, but God will overtake all your calculations and make you run extra. ഹല്ലേലൂയ. കർത്താവ് പറയുക, ദൈവം പറയുക, ഹല്ലേലൂയ, ഏലിയാവേ, ഹല്ലേലൂയ, നിന്റെ മരണം കാണാൻ ശ്രമിച്ചവർ, മരണത്തിന് വേണ്ടി ഓടിയവൻ, ദൈവം പറയാ, ഇനി നിന്നെ ഞാൻ ഈ ലോകത്തിൽ മരിപ്പാൻ ഞാൻ അനുവദിക്കത്തില്ല. ഞാൻ ഉടലോടെ നിന്നെ എടുക്കാൻ പോകുകയാ.
God is telling to Elijah, people who are watching for you to die, I will never allow you to die in front of them. I will take you alive to heaven. ഒരു ദിവസം കൊണ്ട് എല്ലാം അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചെടുത്ത് 40 ദിവസവും 40 രാത്രിയും ദൈവം നിന്നെ ഓടിപ്പിക്കാൻ പോകുകയാ. When he thought he can end in one day journey, but God made him travel for 40 എന്റെ nights and ദൈവം days. നിന്നെ പുനരധിവസിപ്പിക്കാൻ പോകുകയാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? He will make you rise over your things, your problems in your എന്റെ life. ദൈവം നിന്നെ കൺഫേം ചെയ്യാൻ പോവാ. ചില കൺഫർമേഷൻ ദൈവം തരാൻ God പോകുകയാ. is going to confirm few things in your life. ദൈവം നിനക്ക് അടയും വെള്ളവും തന്നെ നീ ബലഹീനനായിരിക്കുന്ന സമയത്ത് ദൈവം നിന്നെ സ്ട്രെങ്തൻ ചെയ്യാൻ പോകുകയാ. God is going to feed you with bread and water and make you confirm in this life. ദൈവം തരുന്ന ഒരടയും ഒരിച്ചിരി വെള്ളവും മതി. ഹല്ലേലൂയ, നിനക്ക് 40 ദിവസം ഓടാം. With his just one bread and water, it is enough for you to travel for 40 nights and days. ദൈവം പറയുക, ഞാൻ ചിലതിനുമേൽ ജീവശ്വാസത്തെ അയക്കാൻ പോകുന്നു. God is saying, I'm going to breathe my breath of life over നിന്റെ them. അസ്ഥികളുമേൽ ബ്ലഡ് വെസലിനുമേൽ ഞാൻ എന്റെ ജീവനെ അയക്കാൻ പോകുന്നു. Inside your flesh and your bones, I'm going to strength forth my breath of life. നീ ഒറ്റയ്ക്കേ ഉള്ളെങ്കിലും ആ ഒറ്റ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. If you feel you are sitting alone and where you are sitting, from there God will raise you up. മരുഭൂമിക്ക് ചുറ്റും കൂട്ടുകാരില്ലെങ്കിലും നിന്നെ അവിടെ ഒറ്റയ്ക്ക് എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. Even though you have friends around in your wilderness, God will raise you up individually there. അല്ല നിർജ്ജന പ്രദേശത്തെ ഫിലിപ്പോസേ, അല്ല നീ ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ നിന്നെ അവിടുന്ന് എടുത്തോണ്ട് പോകാൻ പോകുകയാ. Even though Philip, you are alone in the desert, but from there I will take you, I will carry you over. എന്റെ ആത്മാവ് നിന്റെ ശരീരത്തിന് മേൽ വരുമ്പോൾ നീ ഇതുവരെ സഞ്ചരിക്കാത്ത മൈലുകൾ ഞാൻ നിന്നെ കൊണ്ട് സഞ്ചരിപ്പിക്കും. When my power comes upon you, you will travel in those roads where you have never traveled before. നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പട്ടണത്തിലെ നന്മകൾ ഞാൻ നിന്നെ കാണിക്കും. The blessings of those cities which you haven't seen in your life, I will make you see those. യേശുവിന്റെ നാമത്തിൽ ദൈവം പറയുക, ഞാൻ നിന്നെ റീഎസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുകയാ. God is saying that I'm going to establish you. ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് പറയണമെന്നുള്ള ഞാൻ ഇതങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാ. I'm just winding it up. ഏറ്റവും ഒടുവിൽ മൂന്നാമത്തെ പോയിന്റ്, യു ആർ നോട്ട് അലോൺ. നീ ഒറ്റയ്ക്കല്ല. आप अकेले नहीं हो. ഹല്ലേലൂയ. നമ്മൾ മുമ്പ് വായിച്ചപ്പോൾ എന്തൊക്കെ പറഞ്ഞു? Don't mess up with God's time in your life. अपने समय से कुछ गलतियां मत कर बैठो. Do not give chances to devil. शैतान को अपनी जिंदगी में अवसर मत दो. And moon, you are not alone. और आप अकेले नहीं हो. അതിന്റെ 19ാമത്തെ വാക്യം 18 രണ്ടു മൂന്നിടത്ത് പറയുന്നുണ്ട്. ഹല്ലേലൂയ. 18ാമത്തെ വാക്യത്തിൽ ദൈവം അവനോട് പറയുക, ഇദ്ദേഹത്തിന് മരിച്ചാൽ മതി. ഏലിയാവ് ഒരിക്കൽ പറയുക, Lord, Elijah just wanted to die and he said ദൈവത്തോട് പറയാ, ഞാൻ ഒരുത്തൻ മാത്രമാ ശേഷിപ്പിക്കുന്നത്. He said to God that I am the only one left here. നിനക്ക് വേണ്ടി ഞാൻ ജീവിച്ചു, നിനക്ക് വേണ്ടി കൽപ്പിച്ചു, നിന്നു, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളെന്ന് ഇവൻ ദൈവത്തോട് പറയുക. പരാതി. Elijah said to God that I have been living for you and doing your ministry, but here I am done. എന്റെ ദൈവം പറയാറിനോ മോനെ, അല്ല നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ നിന്റെ രീതിയിൽ ഇതിനേക്കാളും അപ്പുറത്ത് ജീവിച്ച് അല്ല മുമ്പിൽ ജയിച്ച് പോയ ചിലവർ നിന്റെ മുമ്പിലുണ്ട്, നിന്റെ കൂടെയുമുണ്ട്. അതുകൊണ്ട് നീ ഒറ്റയ്ക്കല്ല. ഞാനിതാ 7000 പേരെ ബാലിന് മുട്ടുമടക്കാതെ അതേ പട്ടണത്തിൽ മരിച്ചു പോകുമെന്ന് വെല്ലുവിളിക്കുന്ന യെസബേലിന്റെ അതേ പട്ടണത്തിൽ ഞാൻ ശേഷിപ്പുണ്ട്. So God is saying that in the same land where you are, I have around 7,000 prophets, 7,000 in Israel who haven't knelt before the prophet of gods of Baal, and they are still there for me. ഇന്ന് പകൽ കാരണം അവർ അവിടുന്ന് പറന്നു പോകാത്തതിന്റെ കാര്യം, reason why they are not yet killed, അവരുടെ ഹൃദയത്തിനകത്ത് ഓവർ തോട്ട്സ് കൊണ്ട് അതിനെ മെസ്സപ്പ് ചെയ്തില്ല. അതുകൊണ്ട് 7000 പേര് അതേ യെരൂശലേം പട്ടണത്തിൽ ഇപ്പോഴും ഉണ്ട്. Because they were not dead, because in the same city God kept them alive. They were not overtaken by their anxieties in their life. ദൈവത്തിന്റെ ആത്മാവിന്റെ ദൂത് ഈ സഭയോടും ഓരോ ദൈവമക്കളോടും ഞാനൊന്ന് വിളിച്ചു പറഞ്ഞോട്ടെ. I want to say the message of
the Spirit of God to ഈ you today. ദൈവം ഈ പട്ടണത്തിൽ ഈ സഭയെ നട്ടെങ്കിൽ If God ഒന്ന് has എന്നോട് വിളിച്ചു പറയണം നിങ്ങള് if God has വിശ്വസിക്കുന്നെങ്കിൽ. put this city, put this church here, planted it here, എടാ പിശാച, നീ ഒരുത്തനെ ഇവിടുന്ന് ഒരു ദിവസം ദൂരം മാറ്റി നിർത്തുന്നു പറഞ്ഞാലും ഇതിനകത്ത് തന്നെ 7000 പേരെ എഴുന്നേൽപ്പിക്കാൻ and great exceedingly ആർമിയെ എഴുന്നേൽപ്പിക്കാൻ എന്റെ ദൈവത്തിന് കഴിയുമടാ. if the devil you are planning to take one person to a day's journey out of this church, I have 7,000 here in the city who will come as an നീ army. ഇന്നലെ വലിയ കാര്യങ്ങൾ ചെയ്തേക്കാം, നീ ഒരുത്തൻ പോയെന്ന് പറഞ്ഞ് ദൈവത്തിന് നഷ്ടം വരത്തില്ല. ഇതേ പട്ടണത്തിൽ 7000 പേരെ ദൈവം എഴുന്നേൽപ്പിക്കും. If one person leaves in a day's journey, God is going to bring back 7,000 back. ഇതിന് ഇഷ്ടപ്പെട്ട് പ്രതികരിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം How കൊടുത്തു. many of you believe in these words? Let's thank God for his faithfulness. ശേഷിപ്പുള്ള ദൈവം നമ്മളെ ദൈവം കണ്ടിട്ടുണ്ട്. എത്ര പേര് God വിശ്വസിക്കുന്നുണ്ട്? has his leftovers in this city. God has seen us. ഏലിയാവ് ഓടിയതിനേക്കാൾ ഹല്ലേലൂയ ഏലിയാവ് ചെയ്തതിനേക്കാൾ More than what Elijah did, more than Elijah ran for his things around. ഇതാ ഒരുത്തൻ അതിനകത്ത് അങ്ങേ അകലെ ഒരു പട്ടണത്തിൽ ഏലീശ എഴുന്നേൽപ്പിക്കാൻ പോകുക ദൈവം. God, at Come a on. distance away, he has planned to anoint Elisha for his ministry. ഇവിടെ ഒരു റിസോഴ്സസിനും ദൈവം മുടക്കം വരുത്താൻ ദൈവം അനുവദിക്കത്തില്ല. God will never stop any of your resources in your life. ഇത് ദൈവത്തിന്റെ സഭയാണെങ്കിൽ ദൈവം പണിതരാണെങ്കിൽ ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്യും. If it is God's church, God has planted it and God will continue to ഒരുത്തൻ take it. പോയെന്ന് പറഞ്ഞ് വേറൊരുത്തനെ 7000 പേരെ ദൈവം എഴുന്നേൽപ്പിക്കാം. If one person leaves, another 7,000 will be planted in this church. ദൈവത്തിന് അറിയാം തന്റെ ഹല്ലേലൂയ വാൾ ഓഫ് ഫയറിനകത്ത് 7000 പേരെ സൂക്ഷിക്കാൻ. God knows how to keep his 7,000 people inside the wall of fire. യെരൂശലേമിന് ചുറ്റിനും അവൻ തീമതിലായിട്ട് നിന്നു. He was standing around Jerusalem as a wall of fire to protect ഇന്ന് his പകൽ people. 7000 പേർക്ക് സെക്യൂരിറ്റി കൊടുക്കുക മാത്രമല്ല, Not just security for 7,000 people. ഏലിയാവ് 8 അത്ഭുതങ്ങൾ ചെയ്തെങ്കിൽ 14 അത്ഭുതങ്ങൾ ചെയ്യാൻ തകണം ഡബിൾ പോർഷനുമായിട്ട് അടുത്തവൻ എഴുന്നേൽക്കുക ഏലീശ. So if Elijah could do 7 miracles, 7 wonders in his life, God anointed Elisha with 14 miracles, the double portion of his anointing. എത്ര പേർക്ക് ഈ വചനത്തിന്റെ ആഴങ്ങൾ പിടികിട്ടുന്നുണ്ട്? How many could understand the essence of this message? ഇന്ന് പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും ഭാവിയോടും ജീവിതത്തോടും കുടുംബത്തോടും തലമുറയോടും ഹല്ലേലൂയ നോക്കിക്കൊണ്ട് ആത്മാവിൽ വിളിച്ചു പറയുന്ന ഈ വചനത്തിൽ ഒരു അഷ്വറൻസ് ദൈവം തരികയാണ്. God is telling to you and me and giving us an assurance of what we are going through in our life. ദൈവം പറയാ, I will restore it. परमेश्वर कह रहा है कि मैं इन्हें लेकर आऊंगा. നീ ഒറ്റയ്ക്കല്ല, You are not alone. നീ ഒറ്റയ്ക്കല്ല, നിന്റെ You are കൂടെ not 7000 പേർ അപ്പുറത്തിരിപ്പുണ്ട്. You are not alone. Same like you, there are 7,000 who are aside for kept for me. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് ആത്മാവിൽ അല്പം മിനിറ്റുകൾ ഒരു 5 മിനിറ്റ് ആത്മാവിൽ ഒന്ന് പാടി ദൈവത്തെ ഒന്ന് ആരാധിക്കുക. ഈ വചനം കേട്ടിട്ട് We will all stand up, we will sing together and worship for few more minutes and then we will ഈ go. വചനത്തിന്റെ തീ അകത്ത് വീണ് വിശ്വാസം കത്തിയവർ എത്ര പേരുണ്ട്? How many have the seed of fire that has inside through the word? ആ കത്തിയതിനെ അണച്ചു കളയരുത്. ഇത് ഇന്ന് പകൽ ഇവിടെ ജ്വലിപ്പിച്ചിട്ട് മടക്കി പോകാവൂ. The fire that has started, don't keep it off, but let it fire, let it burn and let it continue in your ആരെല്ലാം ഈ life. ആലയത്തിനകത്ത് പൊഴിഞ്ഞു പോയാലും നിൽക്കുന്നവർ നിന്ന് ആരാധിച്ചാൽ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, ദൈവം നമ്മോട് കൂടെയുണ്ട്. Whoever is going, let them go, but when you stand for God, this fire will continue to burn. കൊഴിഞ്ഞു പോയവർക്ക് ദൈവപ്രവൃത്തി കാണാൻ കഴിയത്തില്ല, എന്നാൽ നിന്നവരെ ദൈവം സൂക്ഷിക്കാൻ ദൈവം തീമതിലായിട്ട് ഇറങ്ങാൻ പോകുന്നു. Those who have gone are gone, but those who are left here, they would be protected by the wall of fire and God will keep his wall around us. ഇടുക്കമാണെങ്കിലും ഞെരുക്കമാണെങ്കിലും വിസ്താരമില്ലാത്ത റൂമിനകത്താണെങ്കിലും അല്ലെങ്കിൽ പ്രവാചകന്മാർ ഒരുമിച്ചിരുന്ന് ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം അവർക്ക് ചുറ്റിനും തീമതിലായിട്ട് നിൽക്കുകയാണ്. Even though they were sitting in a very compact place, they didn't have much space to go around, but still when the prophets came together, God's presence was അന്യഭാഷയിൽ there. ആരാധിച്ചു തുടങ്ങിയാട്ടെ, അന്യഭാഷയിൽ ആരാധിച്ചു Let's pray തുടങ്ങിയാട്ടെ, for some time in tongues. അന്യഭാഷയിൽ ആരാധിച്ചു തുടങ്ങിയാട്ടെ. Let's pray for some time in tongues. മറ്റേ നാളുകളെ പരാജയങ്ങൾ ഓർക്കാനല്ല ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. നീ വീണുപോയ കഥയും ഓർത്തോട്ടായിട്ട് പിശാചിന്റെ പദ്ധതികൾ നിന്റെ ജീവിതത്തിൽ നിറവേറാനല്ല ദൈവം കൊണ്ടുവന്നത്.
ഇന്ന് പകൽ ദൈവത്തിന്റെ സമയം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ, അവന്റെ ബലമുള്ള കൈക്കീഴിൽ താന്നിരുന്ന് തക്ക സമയത്ത് നിന്നെ ഉയർത്താൻ ദൈവത്തിന് നിന്നെക്കുറിച്ചും എന്നെക്കുറിച്ചും പദ്ധതിയുണ്ടെന്ന് ഇന്ന് പകൽ മറന്നു പോകരുത്. God has not brought you here to be a failure, but God wants you to know that His plans will be established in your life and it will surely come to pass. ഹല്ലേലൂയ. ഏലിയാവിനോട് പറഞ്ഞു, God said to Elijah, ഇനി ഒരു പരിപാടിയും കൂടെ നീ ചെയ്യണം. you have to do one more thing. നിന്റെ ശുശ്രൂഷ മുടക്കി കളയുമെന്ന് പറഞ്ഞതല്ലേ? But you were threatened that your ministry is done in this city. യെരൂശലേം നടുക്കാണെങ്കിൽ, ജസ്റ്റ് കൺസ്യൂം ഇത് യെരൂശലേം ആണെങ്കിൽ, If this is Jerusalem, ദൈവത്തിന്റെ ആലോചന ഇതിന്ന് നോർത്തിലേക്ക് പോകാനാ, ദൈവത്തിന് ഡെമസ്കോസിലേക്ക് പോകാനാ പോകാൻ പറഞ്ഞത്. and if God's message was to go ദൈവത്തിന്റെ to പദ്ധതി, Damascus, ദൈവത്തിന്റെ പ്ലാൻ. God's plan was to go to Damascus. ആമേൻ. പക്ഷെ ഇവൻ പോയത് എങ്ങോട്ടാണെന്നറിയോ? നേരെ എക്സ്ട്രീം സൗത്തിലേക്കാ പോയെ. But he actually traveled to the opposite direction. ഞാൻ പറഞ്ഞു മനസ്സിലായോ? 4-ാം വാക്യത്തിൽ a day's journey he took to away against the direction of God. മരുഭൂമിയിലേക്ക്, സൗത്തിലേക്ക്. So वो दूसरी दिशा में जाता है जहां पर परमेश्वर की इच्छा नहीं थी, उसके दूसरे opposite दिशा में. അടയും വെള്ളവും കിട്ടിയപ്പോഴും പിന്നെയും എക്സ്ട്രീം സൗത്തിലേക്ക് അവൻ പോയ. Even when he got the bread and water, he still was continuing in the opposite അതെല്ലാം direction. വിശദീകരിച്ച് ഇന്ന് പകൽ പറയാൻ ഞാൻ ആഗ്രഹം. പിന്നെ എപ്പോഴേലും ദൈവാത്മാവ് പ്രേരണ തരുന്നെങ്കിൽ അത് നമ്മൾ സംസാരിക്കാം. പക്ഷേ അവിടുന്ന്, അതായത് കന്യാകുമാരി കിടക്കേണ്ടവൻ ഇവിടെ കേരളത്തിൽ അങ്ങ് ബോട്ടമിൽ എവിടാ? തെങ്കാശി വന്ന്, അല്ലെ അത് ഏറ്റവും താഴെ കിടക്കുന്നേ അല്ലേ? കേരളം, തിരുവനന്തപുരം അല്ലേ? അവിടെ വന്ന് കിടക്കുക. ഇപ്പൊ മനസ്സിലായ ചിത്രം പിടികിട്ടിയോ? So he was at the opposite direction according to God's plan. എന്നാൽ ദൈവം പറയാ, ഇനി എനിക്ക് ഒരു ശുശ്രൂഷ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ മോനെ. But then God is saying, Elijah, I have still one ministry to be done from അങ്ങ് you. കണ്ണെത്താ ദൂരത്ത് നിന്റെ വാഗ്ദത്തവുമായിട്ട് അവൻ പിശാച് പറപ്പിച്ച് അങ്ങ് അറ്റത്ത് കൊണ്ട് നിർത്തിയെങ്കിൽ, If even at a distance Satan has taken you away from your promise, ഇതാ ഞാൻ നിന്റെ ആത്മാവിനെ നിന്റെ മേൽ അയച്ചിട്ട് when I send forth my anointing over you, അല്ല അങ്ങ് അകലെ അങ്ങേ അറ്റത്ത്, നോർത്തിന്റെ അങ്ങേ അറ്റത്ത് എൻട്രൻസിൽ കിടക്കുന്ന ഹസായേലിനെ അഭിഷേകം ചെയ്യാൻ ഞാൻ നിന്റെ മേൽ ഒരു അഭിഷേകം അയക്കാൻ പോവുകയാ. but towards the end, to the north side, I am going to anoint you and make Shikhabala, you anointed Rakalaba, Hazael, the king who Halkaraba. is there. ഇന്ന് ചിലവരോട് ആത്മാവിന്റെ ദൂത് ഇവിടെ വിളിച്ചു പറയുമ്പോൾ ഇത് ഏറ്റെടുക്കാൻ, God is telling you to accept the message, the prophecies that are coming to you. എനിക്കറിയാം ഇന്ന് പകൽ ഇത് പറയുമ്പോഴും ചിലവരുടെ ഹൃദയത്തിനകത്ത്, ചിന്തയ്ക്കകത്ത് ഇത് വിശ്വസിക്കാൻ കഴിയാതെ പല ചിന്തകൾ കൊണ്ടിട്ടിട്ടുണ്ട്. I know several people have doubts in their life when I say all these things. ആ ചിന്തകളെയൊക്കെ ഒന്ന് പൊളിച്ചു കളയുന്ന പകൽക്കാലം. Remove all those doubts from your life. ഒരു നിമിഷത്തേക്ക് ഈ വചനത്തെ ഒന്ന് വിശ്വസിച്ചൊന്ന് ആത്മാവിൽ വിളിച്ചു പറ. Just believe in what you are hearing and talk it out from your mouth. അന്യഭാഷ പറയാൻ കഴിയുന്നെങ്കിൽ സ്തോത്രത്തോടെ നിലവിളിക്ക ദൈവസന്നിധിയിൽ. If you don't have the gift of tongues, just thank God and say those promises in your life. അല്ല, നിന്റെ നാവൊന്ന് തുറന്ന് അപ്പാ പിതാവേ എന്നൊന്ന് വിളിച്ചേ. Open your mouth and start crying out, my God, my Father. തേരും തേരാളിയുമായവനെ ഒന്ന് ഓപ്പൺ ചെയ്തൊന്ന് വിളിച്ചേ. The Father of chariots and horses, just cry out to God. ദാവീദ് ഇതെല്ലാം കണ്ടപ്പോൾ അവൻ അതിൽ ശക്തി പോകുവോളം നിലവിളിച്ചു. When David saw all this, he wept and until his strength was no more. അവിടെ ദൈവവചനം പറയുന്നു, ദാവീദ് നിലവിളിച്ചു തുടങ്ങിയപ്പോൾ ആകെ സ്ട്രെങ്ത് എല്ലാം പോയി. അതുപോലെ നിലവിളിച്ചു. He kept on weeping until his strength was gone.